കലാത്തിയ ചെടികൾക്ക് നല്ല കെയർ വേണം. ഇപ്പോൾ ഈ ചെടികളെ നോക്കൂ, ലീഫൊക്കെ കരിഞ്ഞ് ആകെ ഒരു വൃത്തിയില്ലാതെ ഒക്കെ നാശാവാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കൂ, 1.5 മാസം കൊണ്ട് വന്ന ചേഞ്ചാണിത്. പുതിയ ലീവ്സൊക്കെ വന്ന് ആ ഇഷ്യൂസൊക്കെ ഒരുവിധം സോൾവ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കലാത്തിയ ചെടികൾ നാച്ചുറലായി വളരുന്നത് സൗത്ത് അമേരിക്കയിലെ കാടുകളിലാണ്. നല്ല കാട്ടിൽ വളരുന്ന ഈ ചെടികളെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഡിഫക്ട്സ് അതിനുണ്ടാവും. അപ്പോൾ നമുക്ക് മാക്സിമം അതിന് വേണ്ട ആ കാടുമായിട്ട് താരതമ്യപ്പെട്ട് പോകാൻ വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ അത് നന്നാവും. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ കേടെന്ന് മനസ്സിലായില്ല. ഇതിങ്ങനെ ഓരോ ലീഫ് വരുന്നതും നാശായി വരും. കുറേ എണ്ണം മുറിച്ച് കളഞ്ഞു നോക്കി, എന്താണെങ്കിലും ആ ഇഷ്യൂ ഫിക്സ് ആവണില്ല. അപ്പോൾ ഏതായാലും ഇത് നാശമായി പോവുകയാണെന്ന എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ചട്ടിയിൽ നിന്ന് പറിച്ച് നോക്കിയപ്പോൾ പലതിൻ്റെയും ഉള്ളിൽ ചീഞ്ഞ് വരുന്നുണ്ട്. ചിലതിൻ്റെ ഉള്ളിലൊക്കെ ആ പോട്ടിംഗ് മിക്സിലൊക്കെ ഒരു വെള്ള നിറത്തിൽ എന്തോ ഒരു സംഭവം, ഫംഗസാണോ എന്താ അറിയില്ല, എന്തോ ഒരു ഗ്രോത്ത് അതിൻ്റെ ഉള്ളിൽ. ഇങ്ങനത്തെ ഇഷ്യൂസാണ് കണ്ടത്. അപ്പോൾ എല്ലാറ്റിനെയും പറിച്ചു മാറ്റി വൃത്തിയായി കഴുകി കളഞ്ഞ് സ്വന്തം ഉണ്ടാക്കിയ ഞാൻ തന്നെ മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റി നട്ടു. അതിനുശേഷം നല്ല ചേഞ്ച് കാണാൻ തുടങ്ങി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ ചോട്ടിൽ ഇലകളൊക്കെ വീണ് ആ ഇല ഡീകമ്പോസ് ചെയ്ത മണ്ണാണ് എടുത്തത്. അപ്പോൾ ആ കാടിലത്തെ മണ്ണിനോടൊരു ഏതാണ്ടൊരു അഡ്ജസ്റ്റായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ മണ്ണെടുത്തു. നിറച്ച് ലീഫൊക്കെ ഡീകമ്പോസ് ചെയ്ത് ഉണങ്ങിയ ഇല ഡീകമ്പോസ് ചെയ്ത മണ്ണാണ് സെലക്ട് ചെയ്തത്. അതിന് ശേഷം എടുത്തത് അതിൽ കമ്പോസ്റ്റാണ് ഇട്ടത്. ചാണകപ്പൊടി ഇട്ടില്ല, കാരണം മഴക്കാലമല്ലേ, അതിൽ വെള്ളം കൂടുതൽ ആവുമ്പോൾ ഞാൻ ചാണകപ്പൊടിയിൽ ഫംഗസ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് വേർമി കമ്പോസ്റ്റാണ് എടുത്തത്. പിന്നെ കുറച്ച് എല്ലുപൊടി ചേർത്തു. അതേപോലെ മണലും നല്ലപോലെ ചേർത്തു. കോക്കോപീറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കി, കോക്കോപീറ്റ് ചേർക്കുക ചെയ്തില്ല. ഇങ്ങനെ ഒരു മിക്സാണ് എടുത്തത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നീം കേക്കും ചേർക്കാം. എൻ്റെ കയ്യിൽ അപ്പോൾ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അത് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ പോട്ടിംഗ് മിക്സിൽ ആണ് ചെടി നട്ടത്. ഇങ്ങനെയൊരു സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് ആദ്യം ഇത് നട്ടിരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇതിൽ വെള്ളം കളക്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട പോലെ നനയൊന്നും ഉണ്ടാവില്ല. എല്ലാ റൂട്ടിനും വെള്ളം കിട്ടണം അത്ര നമ്മൾ ശരിക്കും നനയ്ക്കുമ്പോൾ. ഇത് പുറത്തേക്ക് വരണ്ട, അതിൽ കെട്ടി നിന്നിട്ട് റൂട്ട് വരണ്ട വിചാരിച്ചിട്ട് ഇതിൽ കെട്ടി നിൽക്കാൻ മാത്രം നനയ്ക്കായിരുന്നില്ല. അപ്പോൾ ഈ പോട്ടും പ്രശ്നമാണെന്ന് തോന്നിയിട്ട് ഈ പോട്ടിനെ മാറ്റി സാധാരണ പ്ലാസ്റ്റിക് പോട്ടിൽ ചെറിയ പോട്ടിലേക്ക് മാറ്റി. ഇത്ര വലുതുമല്ല, ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്. ചെടി ചെറുതായിരുന്നു. അപ്പോൾ ചെടിയുടെ സൈസിനനുസരിച്ച് ചെറിയ പോട്ടിലേക്കാണ് മാറ്റിയത്. ആ ചെറിയ പോട്ടിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയിട്ട് ചെടി 2 ഉള്ളതിനൊക്കെ ഒന്നെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് 2 or 3 ഒക്കെ ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് നട്ടു. പക്ഷേ എല്ലാതും ശരിയായി വരികയാണ് ചെയ്തത്. ഒന്നിനും ഇപ്പോൾ ഇഷ്യൂസ് ഇല്ല. ഈ ബ്രൗൺ കലാത്തിയ ഉണ്ടല്ലോ, ഇത് വാങ്ങിയപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു കാണാനെന്നറിയോ. 3 ചെറിയ തൈയുള്ള പോട്ടന്നെ നോക്കി സെലക്ട് ചെയ്തതാണ്. അത് ബുഷിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയും തോറും അതിൻ്റെ ഓരോ ലീഫും കേട് വന്ന ഭാഗം കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നിർത്തിയിട്ടും അത് ശരിയായില്ല. അപ്പോൾ ഇത് പറിച്ച് നോക്കിയപ്പോൾ നോക്കൂ, ഇതിൻ്റെ പുതിയ തൈ മുളയ്ക്കണതൊക്കെ കറുത്ത് ചീഞ്ഞു വരുന്നുണ്ട്. അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പോട്ടിംഗ് മിക്സ് മുഴുവൻ മാറ്റി ഓരോന്നിനെയും വേറേക്ക് ഡിവൈഡ് ചെയ്തു. 3 പ്ലാന്റാക്കി മാറ്റിയതിനെ ഏതെങ്കിലും ഒന്നിനെ സേവ് ചെയ്യാൻ പറ്റിയാൽ ആയല്ലോ വിചാരിച്ചിട്ട് 3നെയും മാറ്റി അതിനെ വൃത്തിയായി കഴുകി 2 എണ്ണത്തിന് ഓരോ പോട്ടിൽ നട്ടു. ഒന്നൊരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി നടുക ചെയ്ത് ഏതെങ്കിലും ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നട്ടത് അത്ര ഹെൽത്തി ആയിരുന്നില്ല, എന്നാലും അതന്നെ അവിടെ നട്ടു. അതേപോലെ ഈ പ്ലാന്റിൻ്റെ പ്രശ്നം കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെളുത്ത ഒരു പൗഡർ പോലൊരു സംഭവമായിരുന്നു. അത് എന്താണ്, ഫംഗസ് ആവുമായിരിക്കും. പക്ഷേ റൂട്ടിനൊന്നും കേടുണ്ടായിരുന്നില്ല. അതിനെ അതേപോലെ എടുത്ത് 2, 3 ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് വൃത്തിയായി കഴുകി ഫുൾ ചളിയും അതിൻ്റെ മുകളിലുള്ള ആ ഫംഗസ് പോലെയുള്ള വൈറ്റ് പൗഡറും എല്ലാം കളഞ്ഞ് ഈ നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയ പോട്ടിംഗ് മിക്സിൽ അതിനെ സെറ്റ് ചെയ്തു. എന്നിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട്, ഇത് ആദ്യം സിറ്റ് ഔട്ടിലാണ് വെച്ചിരുന്നത്, അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വീടിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടുന്ന
എന്നാൽ ഡയറക്റ്റ് ചെടിയുടെ മുകളിലേക്ക് വെള്ളം ചാടില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് അവിടെ ആന്തൂറിയും പീസ് ലില്ലിയൊക്കെ തിക്കി തിരക്കി വെച്ചിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അടിയിലേക്കാക്കിയിട്ട് ഷെയ്ഡിൽ ഇരിക്കുന്ന പോലെ അതിൻ്റെ അടിയിലേക്കാക്കി വെച്ചു. കാരണം ഈ പ്ലാന്റ്സിനെ ഷാഡോ പ്ലാന്റ്സ് എന്ന് പറയും. കാരണം എന്താ, വലിയ മരങ്ങളുടെ അടിയിലാണ് ഈ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും ഷാഡോ വേണം, വല്ലാത്ത ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് പോലും വേണ്ട ഇതിന്. അതേപോലെ നല്ല ചൂടുള്ള കാറ്റടിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഫാനിൻ്റെ ചോട്ടിലോ അതേപോലെ AC ഉള്ള റൂമിലൊന്നും വെച്ചാൽ ഇതത്ര ഭംഗിയായിട്ടിരിക്കില്ല. ഇതിന് അതിൻ്റെ വേണ്ട കണ്ടീഷൻസ്, ആ നാച്ചുറലായി കിട്ടുന്ന കണ്ടീഷൻസ് ഏതാണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അത് നന്നായി വളരും. അതിപ്പോൾ മനസ്സിലായി. കാരണം എന്താ, ഇവിടെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ആ വെള്ളം തെറിക്കുന്നതും ശരിക്കും നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഈ ചെടികൾ ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിലയിൽ നിന്ന് പോണ വെള്ളം ഒരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ ഹ്യൂമിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഈ ചെടികൾ ഭംഗിയായിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അതേമാതിരി വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂമിഡിഫയറൊക്കെ വേണ്ടി വരും. കാരണം ആ ഹ്യൂമിഡിറ്റി ഇല്ലെങ്കിൽ അതിൻ്റെ ഭംഗി കുറഞ്ഞു വരും. എൻ്റെ അടുത്തൊരു 10-13 വെറൈറ്റി കലാത്തിയ ഉണ്ടായിരുന്നു. എല്ലാറ്റിനും ഇതേ ഇഷ്യൂ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഇതാ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ നല്ല കോസ്റ്റ്ലി ആയ പ്ലാന്റിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മുക്കിൽ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അതിന് വന്ന ചേഞ്ചസ് ഒന്ന് നോക്കാം. ഇത് നോക്കൂ, ഈ ഒരെണ്ണത്തിൽ പുതിയ നല്ല വലിയൊരു ലീഫ് വിടർന്ന് വരുന്നുണ്ട്. ഇതിൽ പുതിയ ലീഫ് വന്നിട്ടില്ല, പക്ഷേ ആ ബ്രൗൺ എഡ്ജൊന്നും ഇപ്പോൾ കാണാനില്ല. ഇവിടെ കണ്ടോ, ഇത് കട്ട് ചെയ്ത് കളഞ്ഞതായിരുന്നു. ഇവിടെ ഇങ്ങനെ ബ്രൗണായി കരിഞ്ഞ ഭാഗം കട്ട് ചെയ്തതായിരുന്നു. പിന്നെ അത് കേട് വന്നതല്ല, പിന്നെ നേരെയൊന്നുമില്ല. അത് കൂടുതലായി വരാണ്ടിരിക്കാൻ വേണ്ടി ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, വൃത്തിയോട് പോകാൻ മാത്രം. പക്ഷേ ഇതിൽ പുതിയത് വന്നിട്ടില്ലെങ്കിലും ഇതിൽ കണ്ടോ നല്ലൊരു പുതിയ ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും സ്ട്രോങ് ആയി വരാൻ തുടങ്ങി. ഇതും രക്ഷപ്പെട്ടു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത് കണ്ടോ, ഇത് നല്ല ഹെൽത്തിയായി. ഇതിലെല്ലാ ഷൂട്ടിലും ഇതിനെ പിന്നെ ഞാൻ ഡിവൈഡ് ചെയ്തില്ല, ആദ്യം തന്നെ ഒന്നിച്ച് തന്നെ വെച്ചു. ഇത് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് കേടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, പുതിയ ലീഫ് ഇതിൽ വന്ന് എല്ലാ തയ്യിലും പുതിയ ലീഫ് വരുന്നുണ്ട്. ഇതിൻ്റെ പൂ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇതിൻ്റെ പൂവ്, ഒരു ഭംഗിയില്ലാത്ത പൂവ്. ഇതിനെ കട്ട് ചെയ്ത് കളയണം. പൂവിനെ ഇതിൽ നിർത്തേണ്ട കാര്യമില്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ചട്ടിയൊക്കെ മാറ്റി വെറും സാധാരണ ചട്ടിയിലേക്ക് വെച്ചു. ഇതിൻ്റെ ഈ പഴയ ലീഫിൻ്റെയൊക്കെ ഈ ടിപ്പ് നിങ്ങൾക്ക് കാണാനുണ്ട് അല്ലേ? ഇതുണ്ടോ ബ്രൗൺ ടിപ്പ്, അതൊന്നും ശരിയാവില്ല. പഴയ ലീഫൊന്നും ശരിയാവില്ല. പുതിയത് വരുന്നതൊക്കെ ഓക്കെയാണ്, അതിലൊന്നും ഇല്ല. കണ്ടോ, പുതിയ ലീഫൊക്കെ നല്ല ലീഫായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ കലാത്തിയ ചെടികളുടെയൊക്കെ ഇഷ്യൂസിനുള്ള മെയിൻ കാരണം നമ്മളതിന് കൊടുക്കുന്ന കണ്ടീഷൻസ് കറക്റ്റ് അല്ലാഞ്ഞിട്ടല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ആ എൻവയോൺമെൻറ്റ് കാര്യങ്ങൾ നമ്മൾ മാറ്റിയപ്പോൾ തന്നെ അതിൽ നല്ല ചേഞ്ച് വരാൻ തുടങ്ങി. ഈ ഏപ്രിൽ മെയ് സമയത്താണ് ഇതിന് ഈ ഇഷ്യൂസ് അധികം തുടങ്ങിയത്. മഴക്കാലത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ വാങ്ങിയത് ആദ്യത്തെ ചെടി വാങ്ങിയത് ജൂൺ ജൂലൈ സമയത്ത് തന്നെയായിരുന്നു. വാങ്ങിയിട്ടത് 2-3 മാസം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയൊക്കെ കുറഞ്ഞ് ആ ചേഞ്ച് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അതിന് കുറേശ്ശെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. പിന്നെ അത് ഓരോ ഇല പുതിയത് വരുന്നതിന് എല്ലാറ്റിനും ആ പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പോൾ നോക്കൂ, പുതിയ വരുന്ന ഒരു ഇലയ്ക്കും ഒരു ഇതുമില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞാലും നമ്മൾ ആ മഴക്കാലത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ ആ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം. കാരണം വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 2 നേരം നമുക്ക് നനയ്ക്കാം, നന്നായി നനയ്ക്കാം. നമ്മൾ ഞാൻ പിശുക്കിയാണ് നനച്ചിരുന്നത്. കാരണം ഇതിനധികം വെള്ളം ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് അതിൻ്റെ കെയറിൽ കാണുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയല്ല മനസ്സിലായത്. ഞാനിതിനെ മഴയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ 2 നേരം നനയ്ക്കാറുണ്ട്. മഴ പെയ്യാതെ ചില ദിവസങ്ങളിൽ വെയിൽ കാണാറുണ്ടല്ലോ, അങ്ങനത്തെ ദിവസങ്ങളിൽ 2 നേരം നനയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല ഡ്രെയിനേജ് വലിയ ഹോളുള്ള ചട്ടിയാണ്. ഡ്രെയിനേജ് ട്രേ ഒന്നുമില്ല. ആ നിലം മുഴുവൻ വെള്ളം ഒലിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും. ആ വെള്ളമൊക്കെ വേപ്പറായിട്ട് വരുമ്പോൾ ഹ്യൂമിഡിറ്റി ഒന്ന് കൂടുതലുണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഇപ്പോൾ ഇതിന് നനയ്ക്കാറ്. ആ നിലത്തും വെള്ളം കെട്ടി നിൽക്കുന്ന വിധത്തിലാണ് നനയ്ക്കാറ്. പക്ഷേ നമ്മളിത് ഇൻഡോർ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും നനയ്ക്കൽ നടക്കില്ല. അപ്പോൾ അതൊന്നും പ്രാക്ടിക്കലാവില്ല. പിന്നെ ഈ പോട്ടിംഗ് മിക്സ്, ഞാൻ ഉണ്ടാക്കിയ പോട്ടിംഗ് മിക്സും പലർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്നറിയോ? ഓർഗാനിക് പോട്ടിംഗ് മിക്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കൂ. എന്നിട്ട് ഇങ്ങനെ കേടായി വരുന്ന കലാത്തി ഉണ്ടെങ്കിൽ അതിനെ അതിൽ നിന്ന് പറിച്ചെടുത്ത് വൃത്തിയായി വേരും എല്ലാം കഴുകി നന്നാക്കി ആ പുതിയ മിക്സിലേക്ക് പോട്ട് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നനയ്ക്കേണ്ട കാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ടാപ്പ് വാട്ടറാണല്ലോ കിട്ടുക. ആ ടാപ്പ് വാട്ടറിൽ എന്തായാലും ക്ലോറിൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു പ്ലാന്റിനെ രക്ഷിക്കാനുള്ള ആകെ ഒരു മാർഗം അത് കളക്ട് ചെയ്ത് ഒരു ബക്കറ്റിൽ പിടിച്ചു വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം മുക്കി നനയ്ക്കുക. ഡയറക്റ്റ് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് നനയ്ക്കാതെ, ഈ പ്ലാന്റ്സ് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ഡയറക്റ്റ് ടാപ്പിലത്തെ വെള്ളം എടുത്ത് നമ്മൾ നനച്ചാൽ ആ ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ ഈ പ്ലാന്റ്സ് കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കുക.
അതേപോലെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ കെമിക്കൽസ് ഉപയോഗിക്കില്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കേണ്ട. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസറായിട്ട് സീവീഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം. ഇതാണ് സീവീഡ് സൊല്യൂഷൻ. സീവീഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കടലിൽ കാണുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ആൽഗെ, വേറെ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ പ്ലാന്റ്സും അങ്ങനത്തെ ആൽഗകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസറാണ്. ഇത് ഓർഗാനിക്കാണ്, ഇതിൽ കെമിക്കൽസ് ഇല്ല. അപ്പോൾ ഇത് സേഫാണ് ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ. പക്ഷേ ഞാൻ ഇതിനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ബാക്കി ചെടികൾക്ക്, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പലരും ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്താണ് സീവീഡ് സൊല്യൂഷൻ എന്ന്. അപ്പോൾ ഇതാണ് സീവീഡ് സൊല്യൂഷൻ. ഇത് ബാക്കി പ്ലാന്റ്സിനൊക്കെ സേഫാണ്. ഇത് ഞാൻ ഒരെണ്ണത്തിൽ ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഫുൾ കെയർ ഈ പ്ലാന്റ്സിൻ്റെ ഫുൾ കെയർ ആയിട്ടുള്ള വേറൊരു വീഡിയോ, അതേപോലെ ഇതിൻ്റെ പല വെറൈറ്റി 13 വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത്, അതെല്ലാം കാണിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കൂ. എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.